നമസ്കാരം, തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. 31 വർഷത്തെ ആയുർവേദ പാരമ്പര്യവും ആധുനിക പരിശോധനാ സങ്കേതങ്ങളും ഒത്തുചേർന്ന ആദ്യ നേത്ര ചികിത്സാലയം. പലവിധ കാഴ്ച ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം. സുദർശനം ആയുർവേദ ഹോസ്പിറ്റൽ, തിരുവല്ല. നാട്ടുകാരുടെ നന്മ മൂലം മണ്ണ് കിട്ടി. ഒപ്പം തദ്ദേശ സ്ഥാപനങ്ങളുടെ കൈത്താങ്ങ് കൂടിയായപ്പോൾ ഇരവിപേരൂർ പഞ്ചായത്തിലെ 5 അങ്കണവാടികൾ സ്വന്തം കെട്ടിടത്തിലേക്കാകുന്നു. ഇതിൽ 3 കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. 2 എണ്ണത്തിന്റെ നിർമ്മാണം ഉടൻ തുടങ്ങും. നാട്ടുകാർ സൗജന്യമായി നൽകിയ 3 സെന്റ് വീതം സ്ഥലത്താണ് 1 കോടി രൂപ മുടക്കി 5 അങ്കണവാടികൾ നിർമ്മിക്കുന്നത്. 10ാം വാർഡിൽ പുന്നാമ്പള്ളത്ത് പടിയിൽ 24ാം നമ്പർ അങ്കണവാടിക്ക് കീക്കാട്ടിൽ ജോൺ കെ ജോൺ സൗജന്യമായി നൽകിയ സ്ഥലത്ത് അങ്കണവാടി നിർമ്മാണം പൂർത്തിയായി. വയറിംഗ് ജോലികൾ പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തി പ്രവർത്തനം തുടങ്ങും. അങ്കണവാടിയിലേക്കുള്ള കീക്കാട്ടിൽ ലണ്ടൻപടി റോഡ് പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. 9ാം വാർഡിൽ കോളാട്ടിൽപ്പടിയിൽ 19ാം നമ്പർ അങ്കണവാടിക്ക് ഓതറ ചെറുകര സൗപർണികയിൽ സത്യംപിള്ള സൗജന്യമായി നൽകിയ സ്ഥലത്താണ് കെട്ടിട നിർമ്മാണം പൂർത്തിയായത്. ശുചിമുറി ടാങ്കിന്റെയും പെയിന്റിംഗ് ജോലികളും പൂർത്തിയായാൽ പ്രവർത്തനം തുടങ്ങും. ഇവിടേക്കുള്ള ചെറുകര റോഡ് പഞ്ചായത്ത് തൊഴിലുറപ്പിൽ 3 ലക്ഷം രൂപ മുടക്കി കോൺക്രീറ്റും ചെയ്തിട്ടുണ്ട്. 6ാം വാർഡ് നെല്ലിമലയിൽ പമ്പ ജലസേചന പദ്ധതി കനാൽ വക 55 പുറമ്പോക്ക് സെന്റ് സ്ഥലത്താണ് 5ാം നമ്പർ അങ്കണവാടി കെട്ടിടത്തിന്റെ പണികൾ പൂർത്തിയായത്. ഇവിടെയും വയറിംഗ് പെയിന്റിംഗ് ജോലികൾ മാത്രമാണ് ബാക്കിയുള്ളത്. അങ്കണവാടിക്ക് സമീപത്ത് പകൽ വീട് നിർമ്മിക്കാനും പഞ്ചായത്തിന് പദ്ധതിയുണ്ടെന്ന് പ്രസിഡന്റ് കെ ബി ശശിധരൻ പിള്ള പറഞ്ഞു. 11ാം വാർഡിൽ എണ്ണിക്കാട്ടിൽ അഞ്ചാലുമൂടിൽ എബ്രഹാം പുന്നൂസിനാണ് സ്ഥലം നൽകിയിരിക്കുന്നത്. 3ാം വാർഡിൽ പുറത്തുമുറിയിൽ കുരുവിള ഫിലിപ്പ് സ്ഥലം നൽകിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത്, കോയിപ്രം ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ വിഹിതം ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ഓരോന്നിനും 20 ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത്. ഇതിൽ ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം വീതവും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ 5 ലക്ഷം വീതവുമാണ് അനുവദിച്ചിരിക്കുന്നത്. 11-3 വാർഡുകളിലെ കെട്ടിട നിർമ്മാണം കരാർ നൽകിയിട്ടുണ്ട്. പഞ്ചായത്തിൽ 27 അങ്കണവാടികളുണ്ട്. ഇതിൽ 10 എണ്ണത്തിന് സ്വന്തമായി കെട്ടിടവുമുണ്ട്. ഇപ്പോൾ 5 എണ്ണത്തിന് കൂടി കെട്ടിടമാകുന്നതോടെ ഇനി 12 എണ്ണത്തിന് സ്ഥലവും കെട്ടിടവും ആവശ്യമുണ്ട്. ഇതും സൗജന്യമായി സ്ഥലം ലഭിച്ചാൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഫണ്ട് കണ്ടെത്തി കെട്ടിടം നിർമ്മിക്കാൻ തയ്യാറാണ്. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.